ദീപ്തി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 12 വൈകുന്നേരം 4:45 പുസ്തക ആസ്വാദനം ആരംഭിച്ചു. ശ്രീ ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന നോവലാണ് ശ്രീമതി നിഷ അളോക്കൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചത്. കഥാപ്രസംഗം അന്യം നിന്നുപോയ ഈ കാലഘട്ടത്തിൽ പുതുതലമുറക്കു കൂടി മനസ്സിലാകുന്ന വിധം അതിമനോഹരമായി ധർമ്മപാലനെയും സുധയെയും അമ്മയെയും വരച്ചുകാട്ടി. പക്ഷേ അവൾ പറയുന്നില്ല. വിളഞ്ഞു വന്നു. ധർമ്മപാലനെ വിവാഹം ചെയ്തു. മാതൃകാദമ്പതികളായി ജീവിച്ചു. അവർക്കൊരു മകനും പിറന്നു. വേറെ നാളത്തെ അന്വേഷണം കൊണ്ടുപോയി അമ്മയെ കണ്ടെത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ സുധയുമായി പൊരുത്തപ്പെടാൻ അവൾക്കായില്ല. തന്റെ മകനെ തട്ടിയെടുത്ത മറ്റൊരു ശത്രുവായാണ് അവർ സുധയെ കണ്ടത്. അമ്മയെ നോക്കാൻ നേഴ്സിനെ വിളിച്ചു. 5-ാം നാൾ നേഴ്സിനെ കൈ കടിച്ചു മുറിച്ച് അവർ ഓടിപ്പോയി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയെ കണ്ടത്. അന്ന് കളക്ടറുടെ ചെമ്പറയിൽ സെമിനാർ നടക്കുകയായിരുന്നു. തിങ്ങി നിറഞ്ഞ സാസ് പെട്ടെന്ന് എവിടെ നിന്നോ ഓടിയിട്ട് വിട്ട കളക്ടറെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പോലീസുകാർ പാകത്തി എന്താ ഇതിന്റെ അമ്മയെ ഒരു വിധത്തിലാണ് അമ്മയെ വീട്ടിലെത്തിച്ചത്. പത്രക്കാർക്ക് അതൊരു ചൂടുള്ള വാർത്തയായി. ഇതേ വാർത്തകൾ നിരന്നു. ജില്ലാ മേധാവി ഭ്രാന്തിത്തള്ളയുടെ മകൻ എത്ര തള്ളയെ തെണ്ടാമിട്ട് നാട് ഭരിക്കുന്നവൻ. അന്ന് വൈകുന്നേരം അയൽക്കാരാണ് ആദ്യം കണ്ടത്. സുധേ, നിന്റെ കുഞ്ഞിനെ കൊണ്ട് പായുന്നേ, ആ തള്ളയാണ് നിന്റെ കുഞ്ഞിനെ കൊണ്ട് പായുന്നേ. ഏറെ വൈകിയെത്തിയ ധർമ്മമാണ് സുധയെ കൂട്ടി പുറപ്പെടും. അവരുടെ കാറോടിക്കുമ്പോൾ മകന്റെ മുഖം മനസ്സിൽ തെളിയുന്നു. നിറയുന്ന കണ്ണുകളിൽ തെളിയുന്നിരാമുഖം ചിരി തൂക്കിടുന്നു, വിളിച്ചിടുന്നു, ഹൃദയത്തിനുണരുന്നു മലമുരുകി. ആശങ്കയുടെ ഉൾമണിയിൽ കിടന്ന മണിക്കൂറുകൾക്കൊടുവിൽ അതാ അവരത് ആ തെരുവിലെ എച്ചത്തൊണ്ടിരിക്കുന്നു. കുഞ്ഞിനെ ചോറുക്കുന്നു. സുധ ഒറ്റ കുതിരവരെ താഴെത്തായിട്ട് കുഞ്ഞിനെ കൈക്കലാക്കി. ഒരു മുരൾച്ചയോടെ കുറിച്ചു നോക്കുന്ന അവരെ മകൻ ശകാരിച്ചു. പോ, ദൂരെ പോ, നീ എന്റെ അമ്മാവല്ല, പോ. ഒഴുകുന്ന കടിയിലൂടെ ആ വൃത്ത വേച്ചു നടന്നത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയെ കണ്ടത്. കോട്ട സർക്കാർ ആശുപത്രിയിൽ വെച്ച്. അന്ന് രാത്രി ഫോൺ ശ്രമിച്ചു. രമ്യ ഹോസ്പിറ്റലിലാണ്. അവർ പാലെത്തി. അന്ത്യശ്വാസം വലിക്കുന്ന അമ്മയെ മകൻ പതുക്കെ തൊട്ടുപിടിച്ചു. അമ്മ, അമ്മ, അമ്മ. പീഡ കിട്ടിയ കണ്ണുകൾ പതുക്കെ തുറന്നു. മോനെ, കപ്പ, ചോറ്, ചോറ്, കിടക്ക്, ചോറ്, ചോറ്. ആ ചുണ്ടുകളിൽ വിറകൂടി. ശ്വാസഗതി കൂടിക്കൂടി വന്നു. ഒടുവിൽ എന്നേക്കുമായി കണ്ണുകൾ അടങ്ങി. ജന്മാന്തരങ്ങളിൽ കർമ്മബന്ധങ്ങളിൽ പുണ്യപക്ഷം അമ്മ ഒരു പൂവ് നൽകുവാൻ ഒരു വസന്തം തരും സ്നേഹസ്വരൂപിണി അമ്മ, ത്യാഗമൂർത്തി അമ്മ. പ്രിയ പുതുയുഗ പകിട്ടുകൾക്ക് പിന്നാലെ പോകാതെ പഴയ ആചാരങ്ങളിലും മാമൂലുകളിലും അഭിനയിക്കുന്ന അധകൃത സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ അധികാരത്തിന്റെ ഇടനാഴിയിൽ 100 സിംഹാസനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഫലം കണ്ടില്ല എന്ന ദുഃഖസത്യത്തിന് മുന്നിൽ നീതി നിഷേധിക്കപ്പെട്ട ഓരോ മക്കളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കഥ നിർത്തുന്നു. നന്ദി. പിന്നീട് ചർച്ചയിലേക്ക് കടന്നു. ശ്രീ രവി മാസ്റ്റർ, AV ശ്രീനിവാസൻ, ശ്രീ ഭാഗേഷ്, ശ്രീ സുനിൽകുമാർ, ശ്രീ PR ആകാശ്, ഷീന KM, ശ്രീമതി അരുണ ടീച്ചർ, ശ്രീമതി രതി, ശ്രീമതി ശ്രീലത, ശ്രീമതി പ്രസീത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദീപ്തി ലൈബ്രറിക്ക് വേണ്ടി 2 പേർ മായാജാലം, മാൻകുട്ടികൾ പുല്ലു തിന്നുമ്പോൾ, വിലായത്ത് ബുദ്ധ എന്നീ പുസ്തകങ്ങൾ സമ്മാനിച്ചു.